ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളും നല്ല ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഐഷൂട്ടിയും അത്തിച്ചിയും അമ്മച്ചിയും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈം വന്നിട്ട് ഒരു 8 മണി, അതായത് രാവിലെ ഒരു 8 മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്കിന്നൊരു കിഡിലൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകാനുണ്ട് കേട്ടോ. അപ്പം നല്ല ഡിസ്റ്റൻസിലാണ്, അതായത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പുളിയമ്മലയാണ്. കട്ടപ്പന പുളിയമ്മല ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിട്ട് എന്നിട്ട് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം അമ്മച്ചിയുടെ വീട്ടിലാണ് ഈ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ ചേട്ടത്തി അനിയത്തിമാരും മക്കൾസും എല്ലാവരും തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പോകാൻ ഒരുങ്ങിയത് കാറിൽ പോകാമെന്നൊക്കെ ഓർത്തത്. പക്ഷെ കാറിൽ പോകാൻ അങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ പോയി അടിച്ചു പൊളിച്ച് പോയി ഇറങ്ങുന്നതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ തലേന്നൊക്കെ എല്ലാവരും കൂടെ സെറ്റായിട്ടിരുന്ന് ആലോചിച്ച് നമ്മൾ ട്രാവലർ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ട്രാവലറൊക്കെ വിളിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ചടിച്ച് പൊളിച്ച് പോകാനാട്ടോ ഉദ്ദേശിച്ചത്. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകാമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഫംഗ്ഷനാന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീടിൻ്റെ, ഒരു 3 നില വരുന്ന ഒരു കുഞ്ഞു വീടിൻ്റെ ഒരു കിഡിലൻ ഹൗസ് വാമിങ്ങിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ലൊക്കേഷൻ എവിടെയാണെങ്കിലും നമുക്ക് ഫംഗ്ഷൻ വരുന്നത് 2 മണിക്കായതുകൊണ്ട് നമ്മൾ വേറെ ഒരു പ്ലാനിങ് കൂടെ അതിൻ്റെ എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വന്ന് നിൽക്കുന്നത് അമ്മച്ചിയുടെ ചേടത്തിയും മക്കളുമാണ്. അവർ കരിമണ്ണൂരുകാരാണ് കേട്ടോ. പിന്നെ ഓൾറെഡി വെല്ലുമിച്ചിനെ, അതായത് അമ്മച്ചിയുടെ അമ്മാനെ അനിയത്തിമാരെയൊക്കെ ഓൾറെഡി കയറ്റിക്കൊണ്ടാണ് ഈ ട്രാവലർ അവിടെ നിന്ന് വന്നത്. കാരണം നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു അതെല്ലാം പൊതിഞ്ഞു ഇറക്കി അമ്മച്ചിയുടെ വീട്ടിലാണ് വെച്ചത്. അപ്പോൾ അവിടെ നിന്ന് വെല്ലുമിച്ചിനെ കയറ്റുമ്പോഴത്തേക്കും ആ കൂട്ടത്തിൽ നമുക്ക് ആ സാധനങ്ങളും എല്ലാം എടുത്ത് അവർ സെറ്റാക്കിയിട്ടാട്ടോ വന്നേക്കുന്നത്. വണ്ടി കയറിയപ്പോൾ എല്ലാത്തിനും സന്തോഷം ഒന്ന് കാണാമെന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഏറ്റവും ബാക്കത്തെ സീറ്റിലാണ് ഞാനിരുന്നത്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അമ്മുവും ആലിയായും യൂൺസും കൂടെയാണ് ബാക്കിലിരുന്നത്. തൊട്ട് ഫ്രണ്ടിൽ അമ്മച്ചിയുടെ ചേട്ടത്തിൻ്റെ മക്കൾ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് അമ്മച്ചിയുടെ ചേട്ടത്തി, അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് അവർ സ്റ്റാൻഡിൽ നിന്ന് വന്ന് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടത്തിയും മരുമോളും ഉണ്ടായിരുന്നു, പിള്ളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയും കേട്ടി നല്ല അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി പാട്ടുകളൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചാണ് കേട്ടോ പോകുന്നത്. ഐഷു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഐഷുവിന് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ നല്ല ഇടി മുഴക്കത്തിലൊക്കെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഐഷു കൂടുതൽ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അമ്മച്ചിയുടെ അടുത്ത് അത്തച്ചിയുടെ അടുത്ത് മാറി മാറി വരുന്നത് കേട്ടോ. പുള്ളിക്കാരിക്ക് അവിടെ നിന്ന് അപ്പോൾ ഷാലുവാണ് അമ്മച്ചിയുടെ ചേട്ടത്തിയുടെ മോൻ്റെ കൊച്ചും അവളും സെയിം പ്രായമാണ്. പിന്നെ അതായത് അമ്മച്ചിയുടെ അനിയത്തിയുടെ കൊച്ചും ഒരു 3 മാസത്തെ വ്യത്യാസമൊക്കെ ഉള്ളൂ ഇവർ തമ്മിൽ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ കളിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് അവിടെ വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ വന്നിരിക്കും. ഞാൻ അവിടെ ഉണ്ടോ അതോ ഞാൻ ഇറങ്ങിപ്പോയോ എന്നൊക്കെ കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചൊക്കെയാണ് കേട്ടോ പോയത്. നല്ല രസമാണ്. കാരണം നമ്മൾ ഒത്തിരി നാൾ കൂടിയാണ് ഇങ്ങനെ ഒരു പോക്ക് പോയെന്ന് കേട്ടോ. അപ്പം ഇതിന് അമ്പിനും വില്ലിനും അടുക്കണമൊന്നുമില്ലായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. ചുമ്മാ പിടിച്ച് കെട്ടി പോലെ ഇരിക്കണം അത്താക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ. അത്താക്ക് എപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം, അതാണ് അത്താടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കെട്ടി പോലെ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചീത്ത പറഞ്ഞ്, അതായത് പറഞ്ഞു, കാരണം തലേന്ന് പോയി വന്നേ ഉള്ളൂ. അച്ഛൻ തമിഴ്നാട് പോയിട്ട് വെളുപ്പിനാണ് എത്തിയത്. അപ്പോൾ ഉറക്കവും ശരിയായിട്ടില്ല, ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഇവിടെ കയറി ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഇച്ചിരി നേരം ഉറങ്ങാം. പിന്നെ പാട്ടിട്ടപ്പോൾ അത് ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ പോകുന്നത് അച്ഛക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ ഓടിക്കാതിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ പോയ വഴിക്ക് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി, അത് ചായ കുടിക്കാൻ. ആരും ചായ കുടിച്ചിട്ടല്ലല്ലോ കയറിയേക്കുന്നത്. കാരണം 8:15 ആയപ്പോഴത്തേക്കും വണ്ടി പുറപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഓർത്തത് സുശീല ചേച്ചിയുടെ ചായക്കടയിൽ കയറാമെന്നൊക്കെ ഓർത്തത്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ആർക്കും തന്നെ വിശന്നിട്ടില്ലായിരുന്നു. പിന്നെ ചുമ്മാ അവിടെ കയറി ടൈം കളയണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ അവിടെ നിന്ന് വന്ന് കുളമാവ് എത്തിയപ്പോഴത്തേക്കുമാണ് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. അവിടെയാണെങ്കിൽ നമ്മൾ കയറിയ ടൈമിലെല്ലാം ഉണ്ടായിരുന്നു, കയറി കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്നത് നെയ്റോസ്റ്റും അതുപോലെ തന്നെ പൊറോട്ടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. കാരണം പിന്നെ അടുത്തത് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് പൊറോട്ടയും സാമ്പാറും ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയാണെങ്കിൽ വരിഞ്ഞിട്ട് വന്നില്ല, നല്ല തണുപ്പുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. എന്തോരം ചാറും ഒക്കെ ഇട്ട് അങ്ങോട്ട് മുങ്ങുന്നില്ലായിരുന്നു. പിന്നെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഐഷുവിനും പൊറോട്ടയും സാമ്പാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡാം എത്തി, അതായത് കുളമാവ് ഡാം എത്തി കേട്ടോ. കുളമാവ് ഡാമിലാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളമില്ലായിരുന്നു. വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ കുറവായിരുന്നു കേട്ടോ. കാരണം മലയൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. സത്യത്തിൽ ഇത് ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തതിൻ്റെ ഐഡിയ ഫുള്ള് യൂൺസിൻ്റെ ആയിരുന്നു കേട്ടോ. അവനിങ്ങനെ ചുമ്മാ എല്ലാവരും എന്തായാലും നമ്മൾ അവിടം വരെ പോകും, ഡിസ്റ്റൻസ് ആയിട്ട് പോകും. അപ്പം സെപ്പറേറ്റ് വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു ഗുമ്മ് കിട്ടാറില്ല. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും ഒരുമിച്ചാണ്. കാരണം തൊടുപുഴ റേഞ്ചിലാണ് ബാക്കിയുള്ള എല്ലാവരും തന്നെ. അമ്മച്ചിയുടെ ഒരു
ചേട്ടത്തി മാത്രമേ ഉള്ളൂ കട്ടപ്പനയിൽ. അവരുടെ മക്കളെയും കെട്ടിച്ചേക്കുന്നത് പുളിയമല, തേക്കടി അങ്ങനത്തെ ആ ഒരു റേഞ്ചിലാണ് കെട്ടിച്ചു വിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ തൊടുപുഴയിൽ തന്നെയാണ് എല്ലാവരും തന്നെ പോകാനുള്ളത്. എല്ലാ മക്കളും എല്ലാവരും തൊടുപുഴയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുമിച്ച് പോവുകയാണെങ്കിൽ ആ ഒരു അടിപൊളിയായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആ ഒരു ടൈമിലാണ് പ്ലാൻ ചെയ്തത്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വണ്ടി കിട്ടണില്ല എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു കേട്ടോ. വണ്ടി എന്ന് പറഞ്ഞാൽ ഒത്തിരി അന്വേഷണം തന്നെ, ഒരു 8 വണ്ടിയോളം വിളിച്ചതിന് ശേഷമാണ് ലാസ്റ്റ് അങ്കിൾ ഒരു വണ്ടി സെറ്റാക്കി തന്നേട്ടോ. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ എല്ലാവർക്കും കല്യാണ ഓട്ടം അല്ലെങ്കിൽ ടൂറ്, ഇപ്പോൾ സ്കൂൾ അടവും കൂടെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ ടൂറ് പോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടി നല്ല തിരക്കായിരുന്നു. വിളിച്ച വണ്ടി ഒന്നും തന്നെ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റാണ് നമുക്കൊരു വണ്ടി സെറ്റായത്. അതും തിരക്കേടില്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിയിലാണ്. എല്ലാവരും ചിരിച്ച്, എനിക്ക് എല്ലാവരുടെ സഹകരണം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നന്നായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്കൊരു സത്യം മനസ്സിലായത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത്, ഞാൻ ആദ്യം ഓർത്തുകൊണ്ടിരുന്നത് വീഡിയോ എടുക്കുന്നത് ആർക്കും തന്നെ ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെയാണ് ഓർത്തോണ്ടിരുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഞാൻ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്, വീഡിയോ എടുക്കാതിരുന്നാലാണ് കുറ്റം വരുള്ളൂ എന്ന് മനസ്സിലായത്. കാരണം അവരുടെ വീഡിയോ ഒന്നും വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഗുലുമാലാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും വീഡിയോ എടുക്കണം, പിള്ളേരെ എടുക്കണം, എല്ലാം എടുക്കണം, ഫുള്ളായിട്ട് കവർ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ആരുടെ വീഡിയോ വന്നാലും പ്രശ്നമൊന്നുമില്ല, അവരെല്ലാം ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷൻ ഞങ്ങളുടെ എത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ രാമക്കൽമേടാണ് ഫസ്റ്റ് ലൊക്കേഷൻ. അതായത് പുളിയമ്മല കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ, ഒരു 10-15 കിലോമീറ്റർ ഉള്ളൂ എന്ന് തോന്നുന്നു, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇറങ്ങി. എൻ്റെ പൊന്നട മോനെ നല്ല വെയിലായിരുന്നു കേട്ടോ, അടിപൊളി വെയിലായിരുന്നു. അങ്ങനെ ആദ്യം ഞങ്ങളുടെ ലൊക്കേഷൻ എത്തിയെങ്കിലും ഞങ്ങൾ കുറേ നേരം ആ വെയിലത്തിരുന്നു. പിന്നെ പോയി ഞങ്ങൾ കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. 15 വയസ്സിന് മേളിലേക്കാണെങ്കിൽ 25, 15 വയസ്സിന് താഴത്തോട്ടാണെങ്കിൽ 15 രൂപയാണ് കേട്ടോ കൊടുക്കണേ ടിക്കറ്റ്. പിന്നെ അവിടെ എത്തിയപ്പോൾ എൻ്റെ കോലം കണ്ടു, നല്ല രസമല്ലേ, അടിപൊളി ലുക്കല്ലേ എന്നെ കാണാൻ. കാരണം കാറ്റടിച്ചു എൻ്റെ കോലം ഞാൻ നോക്കി. കുറച്ച് കഴിഞ്ഞ് അവരെ പോയി നോക്കിയപ്പോൾ അമ്മൂനൊന്നും ഒട്ടും പറ്റത്തില്ല, മടുത്ത്. കാരണം നല്ല കയറ്റമുണ്ടേ അവിടെ മേളിലേക്ക് കയറാൻ. ഞങ്ങൾ രണ്ടുപേരെ കാണാൻ വേണ്ടി പോണേ കേട്ടോ. രണ്ടുപേരെ ഏതൊക്കെയാന്ന് ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ആരാ എവരാന്നൊക്കെ പറഞ്ഞു തരാം, ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ കാണാൻ വന്നിരുന്ന ആൾക്കാരാണ് ആ 2 പേരവിടെ നിൽക്കുന്നത്. ആദ്യം ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ മാത്രമാണ് ഈ കമന്റ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഇവർക്ക് താഴെ ഇരുന്നാൽ പോരാന്ന്, ഇത്രയും പൊക്കത്ത് പോയിട്ട് എന്തിന് ഇവർ ഇരിക്കണമെന്നൊക്കെ കുറേ പേരുടെ കമന്റ്. അവിടെ പോയപ്പോഴാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അവർ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായത്. കാരണം നല്ല വെയിലായിരുന്നു, ചൂടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല കയറ്റമായിരുന്നു. എന്തേതാ കയറ്റം കയറിയിട്ട് തീരുന്നില്ലായിരുന്നു കേട്ടോ. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് നമുക്ക് താഴത്തോട്ട് നോക്കുവാണെങ്കിൽ തമിഴ്നാടിന്റെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. അതായത് നമ്മൾ ഈ കമ്പത്തിൻ്റെയൊക്കെ ചുരം ഇറങ്ങുമ്പോഴത്തേക്കും നല്ല വ്യൂ കിട്ടുന്നില്ലേ, അതുപോലെ അടാറ് വ്യൂ കിട്ടുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. പിന്നെ ഇവിടെ പിള്ളേർക്കായിട്ടുള്ള പാർക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് മാത്രമല്ല, വലിയൊരു ഊഞ്ഞാലിരുന്ന് ആടുക അങ്ങനെ ഇങ്ങനെയാ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാസും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ 25 രൂപ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പാസ് എടുത്ത് എന്തിനാന്ന് അറിയുമ്പോൾ ഇവിടെ യാതൊരു ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ 25 രൂപ വെച്ച് കളഞ്ഞു എന്ന് മാത്രം മിച്ചം. പിന്നെ ആദ്യം അമ്മും കൊച്ചും കൂടി ഇരുന്ന് ആടുന്നുണ്ട്, നല്ല രസമായിട്ട് ആടുന്നുണ്ട്. ഹൈമ പിന്നെ ചിരിക്കാൻ മെടിക്കുകയാണ് കേട്ടോ. നമ്മൾ വീഡിയോ പോസ് എടുക്കുകയാണെങ്കിൽ ചിരിക്കാനൊക്കെ മെടിക്കുകയാണ്. പിന്നെ വലിയ ഊഞ്ഞാലുണ്ട്. ലാസ്റ്റ് ലെയിലാക്കുമ്പോൾ ഞങ്ങൾ അതായത് അമ്മച്ചിട്ട് ചേർത്തി ഞങ്ങൾ 3 പേരിട്ട് ആട്ടുന്നുണ്ട്. അവർ മരുമോളും ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഉണ്ടല്ലോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഇഷ്ടംപാടി മാങ്ങയും പൈനാപ്പിളും തിന്നു കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല, മറന്നു കേട്ടോ. പിന്നെ തണ്ണിമത്തങ്ങ ഉണ്ട്. ഐഷുവിന് പിന്നെ തണ്ണിക്കാണ് കേട്ടോ. തണ്ണിമത്തങ്ങയ്ക്ക് ഐഷു പറയുന്ന പേര് തണ്ണിക്കുന്നാണ്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തമിഴ്നാടിൻ്റെ വ്യൂ. നല്ല കാറ്റാടിപ്പാടവും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വീട് പോലെയൊക്കെ കാണാൻ പറ്റും, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് പേരക്ക മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അത് കുഞ്ഞു കുഞ്ഞു പേരക്കയൊക്കെ ചെറുതൊക്കെ മൂത്തിട്ടുണ്ട്, അങ്ങനെ അത് പറിച്ചെടുത്തു, ചിലതൊക്കെ പിഞ്ചാണ്. പിന്നെ കയറിയതിനേക്കാളും നല്ല പാടാണ് ഇറങ്ങാമെന്ന് പിന്നീടാണ് മനസ്സിലായത്. നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. കാരണം കയറിയപ്പോൾ നമ്മൾ പിടിച്ചാണെങ്കിലും നല്ല വലിഞ്ഞ് തൂങ്ങിക്കയറും, ഇറങ്ങാൻ നല്ല പാടാണ്. പിന്നെ ഞാൻ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമുണ്ട് ഇത് ഐശുവിന് വാങ്ങാൻ. പിന്നെ അതും സാധിച്ചു, അതും മേടിച്ചു. ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നിസാഗജി മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പിലിട്ട, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കട്ടൻ ചായ ഇങ്ങനെ ഫ്ലാസ്കിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസും എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ
രണ്ടാമത്തെ ലൊക്കേഷനും മെയിൻ ലൊക്കേഷനും ആയിട്ടുള്ള ഹൗസ് വാമിങ്ങിന് പോവാട്ടോ. അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പോയ വഴിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി, ഒരു വീട്ടിൽ കയറി ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീട് എത്തുക കേട്ടോ. ഇത് ഈ കാണുന്നതാണ് കിഡിലൻ വീട് കേട്ടോ. അടിപൊളിയാണ്, നല്ല ഗ്രാൻഡ് പരിപാടിയാണ്. അതുപോലെ തന്നെ വീട് അടിപൊളിയാണ് കേട്ടോ. ഞാൻ വീടിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഇപ്പം ഈ നിൽക്കുന്ന മഞ്ഞ ചുരിദാറിട്ടതും മഞ്ഞ ഷർട്ട് ഇട്ടതാണ് വീടിൻ്റെ, അതായത് ഇവരുടെ ഹൗസ് വാമിങ് ആണുള്ളത്. പിന്നെ കൂടെ നിന്നതാണ് അമ്മച്ചിയുടെ ചേടത്തി. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ ഗിഫ്റ്റ് കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസ്, അതായത് സ്റ്റുഡിയോ ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു വീടിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ കൈമാറാണ്. കാരണം ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുക്കണമല്ലോ. ഹൗസ് വാമിങ് ആകുമ്പോൾ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാണ്ട് പറ്റത്തില്ലല്ലോ. ഗിഫ്റ്റ് ഇല്ലേലും അവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, എന്നാലും നമ്മൾ കൊടുക്കണം. പിന്നെ ഞാൻ വീട് കാണാമെന്നൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് നിക്കടി അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ വീട് കാണാൻ പറഞ്ഞു. കാരണം തിരക്ക് കുറയുമ്പോഴാലോ കഴിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ പിന്നെ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം നമ്മുടെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാമെന്ന് ഓർത്തു. അവിടെയാണെങ്കിൽ പൈനാപ്പിൾ ഉണ്ട്, പപ്പായ ഉണ്ട്, തണ്ണിമത്തങ്ങയുണ്ട്, അതുപോലെ തന്നെ മൊജിറ്റോ, പലതരം ഫ്ലേവർ ഉണ്ട്, ടീ ഉണ്ട്, കോഫി ഉണ്ട്, ഏത് വേണേലും, ഗ്രീൻ ടീ, ആപ്പിൾ ടീ, എനിക്കറിയാൻ പാടില്ല, ഇഷ്ടംപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ, ഒത്തിരി ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. ആകെ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതല്ലേ മുഖ്യം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴത്തോട്ട് പോയിട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ 3 നിലയിൽ 1 നില താഴത്തോട്ടാണ്. അവരുടെ പഴയ വീട് വന്നിട്ട് ബാക്കിൽ സൈഡിലാണ് കേട്ടോ. അവർക്ക് ഏലക്ക കൃഷിയാണ്, ഏലത്തോട്ടമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു വലിയൊരു വമ്പൻ ടീംസൊക്കെ ആണ്, അങ്ങനെയൊക്കെ പറയാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം കാണുന്നതാണ് അമ്മച്ചിയുടെ ചേടത്തിയുടെ രണ്ടാമത്തെ മോളും മരുമോനും കേട്ടോ. അവർക്ക് റിസോർട്ട്, തേക്കടിയിൽ റിസോർട്ടും ഇതൊക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതാണ് ഫുഡ്. ഈ പാത്രത്തിൽ ഇനി ഇല്ലാത്ത ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. നെയ്ച്ചോറുണ്ട്, പത്തിരി ഉണ്ട്, പാൽക്കപ്പയുണ്ട്, സലാഡുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി എടുത്തതാണ്. പക്ഷേ ഫുള്ളൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചപ്പോഴത്തേക്കും മടുത്തുപോയി. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളൊന്ന് പരിചയപ്പെട്ട് കണ്ടിട്ട് വരാം കേട്ടോ. കാണാൻ മാത്രം ഒരുപാട് കാര്യങ്ങളുണ്ട്. അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവർ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതും ഡിസൈൻ ചെയ്തേക്കുന്നതും. ഈ വീട് പണിതേക്കുന്ന എൻജിനീയർമാർ അടിപൊളിയാണ്. കാരണം നല്ല രസമാണ്, നല്ല വ്യൂയിലായിട്ടാണ് ഓരോ റൂമിനും അതിൻ്റേതായ വ്യൂ ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തീം വർക്കാണെങ്കിലും ഈ റൂമിൻ്റെ തീംസൊക്കെ കൊടുത്തേക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടാണ്. എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല കേട്ടോ, വന്നവർക്കും നിന്നവർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഇതാണ് ഹാളിൽ ചെയറും, അതായത് ഡൈനിങ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു ഡൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചൺ ഉണ്ട്. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ അവരുടെ ഉമ്മ, അതായത് ഐക്കാട് ഉമ്മായാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഉമ്മായിട്ട് വർത്താനം പറഞ്ഞു. കാരണം ഒത്തിരി നാളുകൂടി കണ്ടാണ്. നമ്മൾ കാണുന്നതൊക്കെ എന്തെങ്കിലും പരിപാടിയും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലേ കാണുള്ളൂ. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ബാക്കിലേക്കുള്ള കിച്ചണാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്. കബോർഡ് വർക്കിംഗ് ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ കണ്ടു മടുക്കാൻ പാകത്തിന് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഇപ്പം ഇത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചിരിച്ച് മറിഞ്ഞൊക്കെയാണ്. ഇത് ഭയങ്കര അടിച്ചുപൊളി ടീംസാണ് കേട്ടോ അവർ. ഇതിൻ്റെ താഴെ വന്നേക്കണ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ബെഡ്റൂമാണ്. സീനറിയൊക്കെ കൊടുത്തേക്കുന്നതായിട്ടും നല്ല രസമുണ്ട് കേട്ടോ. നല്ല കംഫർട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഓപ്പൺ ആയിട്ടൊരു ബാൽക്കണി വന്നിട്ടുണ്ട് കേട്ടോ ഇവരുടെ പുറത്തേക്ക്. അതായത് സെൻറ്ററിൽ തന്നെ ഒരു ഓപ്പൺ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ എല്ലാ റൂമിനും തന്നെ ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. ബാൽക്കണി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് എവിടെ നിന്നാലും നല്ല വ്യൂ ആണ്. ചില റൂമിന് ഫ്രണ്ടിലും ചില റൂമിൽ ബാക്കിലുമാണ് ബാൽക്കണി അറ്റാച്ച്ഡൊക്കെ കൊടുത്തേക്കുന്നത്. അത് തന്നെ അടിപൊളിയാണ്. ഇവരുടെ വീടിൻ്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റും അടിപൊളിയാണല്ലോ. ഇവിടെ മിക്കപ്പോഴും തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ
നല്ല രസമുണ്ട്, നല്ല വ്യൂവും കിട്ടും, എല്ലാം കിട്ടും. ഇതിൻ്റെ ഇടയിൽ എല്ലാവരും അറിയിപ്പ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ശരിക്കും വീഡിയോ കാണാൻ പറ്റിയിട്ടില്ല, നീ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ സ്റ്റേക്കേഴ്സ് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇങ്ങനത്തെ സ്റ്റേഴ്സ് ആണല്ലോ കൂടുതൽ ഭംഗിയായിട്ട് വരുന്നത്. അപ്പോൾ കുഞ്ഞു പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അവർക്ക് പേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം അകച്ചയ്ക്ക് 3 ആൺപിള്ളേരാണ്, അത് ഇച്ചിരി വലുതായിട്ടുണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് വന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അതുപോലെ തന്നെ ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ഹാള് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ബാൽക്കണി എക്സ്ട്രാ പുറത്തോട്ട് ഇറങ്ങാൻ 2 ബാൽക്കണി ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ഇടയിലൂടെ കയറി പോകണത്ര സെറ്റപ്പൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങി അങ്ങോട്ട് എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ബാൽക്കണി, സോറി ഞാൻ തെറ്റിപ്പോയി, 2 3 ബാൽക്കണി എക്സ്ട്രാ റൂമിന് കൂടാണ്ട് 3 ബാൽക്കണിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഏറ്റവും താഴത്തെ ഫ്ലോർ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ 3 നിലയാണെങ്കിൽ 2 നില തോന്നിക്കുള്ളൂ, ബാക്കി 1 നില താഴത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെ അണ്ടർ ഫ്ലോറിൽ വന്നേക്കുന്ന 2 ബെഡ്റൂമും അതുപോലെ തന്നെ നിസ്കരിക്കാൻ ഭാഗത്തിന് സെറ്റാക്കി അവർ ഗ്ലാസ് വാളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ 2 റൂമാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കാരണം ഇവർക്ക് ബാക്കിലുള്ളത് ഇവരുടെ സ്ഥലമാണ്, ഇതിൻ്റെ ബാക്കിലാണ് അവരെ ഓൾഡ് വീടും കിടക്കുന്നത് കേട്ടോ. വീടിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ കിടിലൻ വീടാണ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും പിന്നെ ഞങ്ങളെ കഴിഞ്ഞിട്ട് ആളുകളുള്ളൂ കേട്ടോ. പിന്നെ അത്രയും നടന്ന് കണ്ടതിന് ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ജ്യൂസ് കുടിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ പപ്പായ ഞാൻ കുടിച്ചപ്പോഴത്തേക്ക് ആലി പറഞ്ഞു പൈനാപ്പിൾ ഇപ്പടിക്കും, അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടോ. പോണ വഴിക്ക് നല്ല അടാറും മഴയായിരുന്നു. ഐശുവൊക്കെ കിറുങ്ങി മടുത്ത്, എല്ലാവരും അലച്ചിട്ട് എല്ലാം കൊണ്ടും മടുത്ത് തന്നെ ഇരിക്കുകയാണ്. പിന്നെ അടിപൊളി മഴയാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറിയിട്ടോ. ഡാമിൻ്റെ ഒക്കെ ആ സൈഡ് എത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുളമാവ് എത്തിയതിന് മുമ്പായിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ, അതായത് ഒന്ന് കടുങ്കാപ്പി കുടിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐശുവിന് കാപ്പി വേണ്ട, ലൈസ് മതി, ഫ്രൂട്ടി മതി, ഇനി വേണ്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല ഐശുവിന്. അതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡാമിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പുകമയം മാത്രമല്ലായിരുന്നു ഡാമിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നുള്ളായിരുന്നു. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനും. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ, അതും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ മഴ പെയ്തപ്പോഴത്തേക്കും ഗ്ലാസ് ഒക്കെ ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും നല്ല ചൂടുണ്ടായിരുന്നു. പുറത്ത് മഴയാണെങ്കിലും നമുക്കുള്ളിൽ നല്ല ചൂടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാട്ടൊക്കെ ഇട്ടു, കിറങ്ങിയവരൊക്കെ എഴുന്നേറ്റ് ഡാൻസും പാട്ടും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.